ആർക്ക് വേരോട്ടമെന്നാരാഞ്ഞാൽ ഉത്തരമുട്ടുന്ന ജില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലത്തോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടത്തോട്ടും ചാഞ്ചാടുന്ന പ്രത്യേക രാഷ്ട്രീയ ചുവട്. കരുനാഗപ്പള്ളി, കുന്നത്തൂർ, കുണ്ടറ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ, ഇരവിപുരം, കൊല്ലം, ചവറ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ നിരക്കുന്ന ജില്ല കൊല്ലം. ഇത്തവണത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും അഭിമാന പോരാട്ടത്തിൽ 11-11 പിടിക്കാൻ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇടതുപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആരംഭിക്കുന്ന പ്രചാരണത്തിനായി സാധ്യതാ സ്ഥാനാർത്ഥികളും തയ്യാറാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഇടമാണ് കൊല്ലം. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം തങ്ങൾക്ക് അടിയുറച്ച ജില്ലകളിൽ ഒന്നായി ഇടതുപക്ഷം കരുതുന്നു. 1991 രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റ് കൊല്ലം ജില്ലയിൽ UDF നേടി. കല്ലുവാതിക്കൽ ദുരന്തത്തിന് ശേഷം നടന്ന 2001 തെരഞ്ഞെടുപ്പിലും UDFന് മികച്ച വിജയമുണ്ടായി. 8 സീറ്റുകളാണ് അന്ന് UDF സ്വന്തമാക്കിയത്. അതിൽ 2 സീറ്റ് കോൺഗ്രസിൻ്റേതായിരുന്നു. ചരിത്രത്തിൽ കൊല്ലം ജില്ലയിൽ UDF നേടിയ വലിയ വിജയവും ഇവ രണ്ടും തന്നെയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11-11 സീറ്റുകളും സ്വന്തമാക്കിയത് ഇടതുമുന്നണിയാണ്. 2021 കുണ്ടറ, കരുനാഗപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ ഒഴികെ 11-9 സീറ്റുകളും നേടിയതും LDF തന്നെ. PC വിഷ്ണുനാഥ്, CR മഹേഷ് എന്നിവരാണ് കോൺഗ്രസിന് സീറ്റ് നേടിക്കൊടുത്തിരുന്നത്. 2026 നിയമസഭാ മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിവരങ്ങൾ ഇനി പരിശോധിക്കാം. 1957 മുതൽ 59 വരെ P. കുഞ്ഞികൃഷ്ണപിള്ളയിലൂടെ കോൺഗ്രസ് അധികാരത്തിലിരുന്നിരുന്ന മണ്ഡലം. പിന്നീട് 2021 വരെ അക്ഷരാർത്ഥത്തിൽ ഇടതിനൊപ്പം നിലയുറപ്പിച്ച മണ്ഡലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബെറ്റി സുധീർ എന്ന BJP സ്ഥാനാർത്ഥിയും R. രാമചന്ദ്രൻ എന്ന CPI സ്ഥാനാർത്ഥിയും CR മഹേഷ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിൽ ഏറ്റുമുട്ടി. മത്സരം കടുത്തപ്പോൾ കോൺഗ്രസ് സാരഥിയായിരുന്ന CR മഹേഷിനൊപ്പം മണ്ഡലം നിന്നു. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിന്റെ സാരഥി CR മഹേഷ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് അനിൽ S. കല്ലേരി ഭാഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ പ്രചരണം ശക്തമാക്കാനാണ് ഇടതിന്റെ നീക്കം. കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് ചവറ നിയമസഭാ മണ്ഡലം. കൊല്ലം താലൂക്കിൽ കൊല്ലം നഗരസഭയുടെ 1 മുതൽ 5 വരെയും 49, 50 എന്നീ വാർഡുകളും കരുനാഗപ്പള്ളി താലൂക്കിലെ ചവറ, നീണ്ടകര, പന്മന, തെക്കുംഭാഗം, തേവലക്കര എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. 1977 മുതൽ 1996 വരെ 3 പതിറ്റാണ്ടുകളോളം ബേബി ജോൺ മത്സരിച്ച് വിജയിച്ചു. പിന്നീട് അദ്ദേഹത്തിനായി കളത്തിലിറങ്ങിയത് മകനായ ഷിബു ബേബി ജോൺ ആണ്. 2014 CMPയുടെ N. വിജയൻപിള്ള വിജയിച്ചു. 2020 മാർച്ച് 8 അദ്ദേഹം അന്തരിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോണും N. വിജയൻപിള്ളയുടെ മകനായ ഡോക്ടർ സുജിത് വിജയൻപിള്ളയും മത്സര രംഗത്തേക്ക് ഇറങ്ങി. ഷിബു ബേബി ജോണിൽ നിന്നും വിജയം പിടിച്ചെടുക്കാനായി സുജിത് വിജയൻപിള്ളയ്ക്ക് സാധിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും സുജിത് വിജയൻപിള്ളയുടെ ചിത്രം തന്നെയാണ് തെളിയുന്നത്. കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് കുന്നത്തൂർ. കുന്നത്തൂർ താലൂക്കിലെ കുന്നത്തൂർ, മൈനാഗപ്പള്ളി, പോരുവഴി, ശാസ്താംകോട്ട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, പടിഞ്ഞാറേ കല്ലട എന്നീ പഞ്ചായത്തുകളും, കൊല്ലം താലൂക്കിലെ കിഴക്കേ കല്ലട, മൺട്രോത്തുരത്ത് എന്നീ പഞ്ചായത്തുകളും, കൊട്ടാരക്കര താലൂക്കിലെ പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകളും അടങ്ങിയതാണ് കുന്നത്തൂർ നിയമസഭാ മണ്ഡലം. കോവൂർ കുഞ്ഞുമോനാണ് 2001 മുതൽ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. പട്ടികജാതി സംവരണ മണ്ഡലം കൂടിയാണ് ഇത്. ഇത്തവണയും സാധ്യത കോവൂർ കുഞ്ഞുമോന് തന്നെയാണ്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമസഭാ മണ്ഡലമാണ് കുണ്ടറ. കൊല്ലം താലൂക്കിൽ ഉൾപ്പെടുന്ന കുണ്ടറ, ഇളമ്പല്ലൂർ, കൊറ്റംകര, നെടുമ്പന, പെരിയം, പെരിനാട്, തൃക്കാവിൽ വട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് കുണ്ടറ നിയമസഭാ മണ്ഡലം. 2016 CPMലെ J. മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ വിജയിച്ചു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതിനെ വെട്ടി വലത് സ്ഥാനാർത്ഥിയായ PC വിഷ്ണുനാഥ് വിജയിച്ചു കയറി. ഇത്തവണ ഇതേ നേതാക്കളെ തന്നെ കളത്തിലിറക്കാനാണ് ഇരു മുന്നണികളുടെയും നീക്കം. അടുത്തത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറും ചടയമംഗലത്ത് J. ചിഞ്ചുറാണിയും തന്നെ തുടരുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ അതേസമയം കൊല്ലത്ത് M. മുകേഷിനെ മാറ്റിക്കൊണ്ട് പകരം PK ഗോപനെയോ അഥവാ വനിതാ സ്ഥാനാർത്ഥിയായ പ്രസന്ന ഏണസ്റ്റിനെയോ മത്സരിപ്പിക്കും. ഏറെ സാധ്യത തെളിയുന്നത് 2 തവണ കോർപ്പറേഷൻ മേയർ പദവി അലങ്കരിച്ച പ്രസന്ന ഏണസ്റ്റിന് തന്നെ ആയിരിക്കുമെന്നതാണ് വിവരം.
ചാത്തന്നൂരിൽ അഡ്വക്കേറ്റ് എസ് വേണുഗോപാലിന്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഇരവിപുരത്ത് CPM-ഉം RSPയും കനത്ത പോരാട്ടം തന്നെ കാഴ്ചവെക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ തവണത്തെ CPM-ന്റെ തുറുപ്പ് ചീട്ടായ M നൌഷാദിനെ തന്നെ കളത്തിലിറക്കും. പുനലൂരിൽ 2021 കളത്തിലിറങ്ങിയ PS സുബാൽ തന്നെയായിരിക്കും മത്സരരംഗത്തുണ്ടാവുക. കഴിഞ്ഞ വർഷം 54% പരം വോട്ട് നേടാൻ PS സുബാലിന് സാധിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഇടതിന് അനുകൂല തരംഗം എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുള്ളത്. അതേസമയം മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ഇവിടെയുണ്ടെന്നും മോദി ഗ്യാരണ്ടി സ്വാധീനിക്കുമെന്നും കരുതി BJP-യും കരുക്കൾ നീക്കുന്നുണ്ട്. ജില്ലയിലെ 75% കശുവണ്ടി ഫാക്ടറികളും അടഞ്ഞുകിടക്കുന്ന അവസ്ഥയായിരുന്നു. UDF-നെയും LDF-നെയും ഇക്കാര്യത്തിൽ NDA പ്രതിക്കൂട്ടിൽ ആക്കിയിട്ടുമുണ്ടായിരുന്നു. കശുവണ്ടി മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന് UDF-ഉം LDF-നെതിരെ പ്രചാരണം നടത്തിയിരുന്നു. അതിനാൽ തന്നെ ഒരുപക്ഷെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ കരുക്കൾക്കും സാധ്യത തെളിയാം.